ഫ്ലാഷ് ബാക്ക്. ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുമോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കുമോ, നമുക്ക് ഇനി ഒന്ന് കാണാം. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇത് വാശിന്റെ ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ കാര്യമില്ല, എനിക്ക് അപ്പോഴേ തോന്നി ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. ബിഗ് ബോസ് സീസൺ 7 വിജയിയായി മാറിയ അനുമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അനുമോളെ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട തുപ്പിക്കും, എന്താ ഉറക്കം വരുന്നു, വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൊപ്പിക്കും ഈ പ്രിയപ്പെട്ട പഴയ കണ്ടസ്റ്റന്റുകൾക്കും ഒക്കെ 1000 സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അഖിൽമാരാർ വോട്ട് ചോദിച്ച ആളാണോ ജയിക്കുന്നത്, ഞാൻ ചോദിച്ച ആളാണോ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച തൊപ്പിക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം ഈ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. യഥാർത്ഥ വിജയം ജനങ്ങളുടേതാണ്, യഥാർത്ഥ വിജയം ഷോയുടേതാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അപ്പോൾ ഒരിക്കൽ കൂടി അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്കും പഴയ കണ്ടസ്റ്റന്റുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കിട്ടി, പലിശ സഹിതം കിട്ടി. ഇല്ലടാ, ന്യായീകരിക്കാൻ ഞാനില്ല. കൺഗ്രാജുലേഷൻസ് അനുമോൾ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അല്ല, ഞാൻ പറയുന്നത് ന്യായീകരിക്കാൻ എക്സ്ക്യൂസ് പറയാനില്ല. തോൽവി നമ്മൾ സമ്മതിക്കും, അതല്ല, അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, ശരിയാണ്. അനീസ് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, നടന്നില്ല. അങ്ങനെ ഈ റോളും നഷ്ടമായി. മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.